ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലവർ കണ്ടാലോ. ഇത് ഉണ്ടാക്കാൻ ക്രേപ്പ് പേപ്പർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് സാധാ നോർമൽ പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ക്രേപ്പ് പേപ്പർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി ഈ ഒരു ക്രേപ്പ് പേപ്പറിന് നമുക്ക് ഈക്വൽ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ ഇതാ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വിഷറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യില്ല, അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മിഡിലിൽ ഒരു ടൈ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യാണ്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തിയതിന് ശേഷം ഓരോ പെറ്റൽസ് ആയിട്ട് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ നമുക്കൊരു ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാം. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഒരു വുഡൻ്റെ സ്റ്റിക്കിൽ ഗ്രീൻ ടാപ്പ് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഫ്ലവറിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലവർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വേസിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ ആകെക്കൂടി ഒരു ഫ്ലവർ വേസ് ആയിരുന്നു ഉണ്ടായത്. കറക്റ്റ് ഡേ തന്നെ ഇതുപോലെ പൊട്ടിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫ്ലവേഴ്സൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.